ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ US-ചൈന ട്രേഡ് ടോക്സ് എല്ലാം തന്നെ ലണ്ടനിലെ ചൂട് പിടിച്ച് നടക്കുകയാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് താരിഫ് ചർച്ചകളും നടക്കുന്നുണ്ട് പാരലലി. അപ്പോൾ ഇതിനിടെ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറിയിൽ നിഫ്റ്റി തുടർച്ചയായ 5ാമത്തെ ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ റാലി ഉണ്ടായില്ലെങ്കിൽ കൂടിയും 5ാമത്തെ ദിവസം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിഫ്റ്റി പോസിറ്റീവിൽ തുടർച്ചയായിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ള പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. FIസിൻ്റെ DIസിൻ്റെയും നല്ല രീതിയിലുള്ളൊരു ഇൻഫ്ലോ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉണ്ട്. ഇന്നലെയും FIസും DIസും ബയേഴ്സ് ആയിരുന്നു. അങ്ങനെ നിഫ്റ്റി വോളറ്റിലായിരുന്നു. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടുവരാം. ചാർട്ടിൽ കാണാം നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ആദ്യത്തെ 25,200 എന്ന റേഞ്ച് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് ഫോളോ ചെയ്തു മീൻസ് ആ ഒരു ഓപ്പണിംഗ് ഗെയിൻ നഷ്ടപ്പെട്ടു. പിന്നീട് കൺസോൾട്ടേഷനായി. അതാണ് മാർക്കറ്റ് ഇന്ന് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് ഏകദേശം 5% ഫോളോ ചെയ്തു, ക്രാഷ് ചെയ്തു. 13.98 ഇന്ത്യ വിക്സ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവെ പോസിറ്റീവായിരുന്നു. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $1,600 ഗെയിനും, ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $10 ഗെയിനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ശാന്തമായ രീതിയിലുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം തന്നെ അത്ര ശാന്തമായ രീതിയിലൊന്നല്ല പോകുന്നത്. അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വരുന്നുണ്ട്. അതായത് ചൈനയും US-ഉം തമ്മിലുള്ള ട്രേഡ് അത് പോസിറ്റീവായ രീതിയിൽ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ഉഷാറാണ്. അതല്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും വോളറ്റിലാവും, വീണ്ടും വിക്സ് സ്പൈക്ക് ആവും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വിക്സ് ഇപ്പോൾ 18 വരെ പോയ വിക്സാണ് ഇപ്പോൾ 13.9 എന്ന നിലയിൽ എത്തി നിൽക്കുന്നത്. അതിൻ്റെ വോളറ്റിലിറ്റി കുറവ് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഇന്ന് ഓപ്പണിംഗ് ഗെയിനിൽ ലഭിച്ച നിഫ്റ്റിയുടെ ആ ഒരു ഗെയിൻ 100 പോയിന്റ് നഷ്ടപ്പെട്ടു എങ്കിൽ കൂടിയും പിന്നീട് തിരിച്ചു കയറിയില്ല. സിക്സാക്ക് മാർക്കറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു കാമാങ്കോയിറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടേണ്ടത്. ഇനി നമുക്ക് നേരെ ഇന്നത്തെ പ്രധാന ആക്ടിവിറ്റിയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ BEL കമ്പനി ഡിഫൻസ് സ്റ്റോക്കാണ്. അവരുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. മാരുതിയുടെ എല്ലാം തന്നെ EV പ്രൊഡക്ഷൻ കട്ട് കുറഞ്ഞു കാരണം മാരുതി ഇന്ന് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തു. പ്രോട്ടീൻ ഗവേണൻസ് കമ്പനി 6% റാലി രേഖപ്പെടുത്തി. ഭീമാസുഖം പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചിരുന്നു. ഡോക്ടർ റെഡ്ഡി ഫാർമ കമ്പനിയാണ് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഈ ഒരു കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 2.5% റാലി രേഖപ്പെടുത്തി. BEL കമ്പനിയും ഡിഫൻസ് ഓർഡർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ എല്ലാം തന്നെ 22% മെയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ന്യൂസ് ഉണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ കുറയുന്നത്. നമ്മുടെ ടോട്ടൽ AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഏകദേശം 72 ലക്ഷം കോടി ആയിട്ടുണ്ട്. അതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പല സമയങ്ങളിലും FIസിൻ്റെ ഒരു ആക്ടിവിറ്റി കുറഞ്ഞിട്ട് പോലും ഈ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ ശക്തമായിട്ടുള്ളൊരു SIP ഇൻഫ്ലോ കൊണ്ടാണ്. അങ്ങനെ 72 ലക്ഷം കോടി ആയിട്ടുണ്ട് ടോട്ടൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ AUM എന്ന് പറയുന്നത്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയും ആളുകൾ കൂടുതൽ മാർക്കറ്റിലേക്ക് വരും, ഇനിയും ആളുകൾ കൂടുതൽ SIP സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴും ജനസംഖ്യയുടെ എല്ലാം തന്നെ വളരെ മൈനോറിറ്റി പെർസെൻറ്റേജ് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ബ്രോക്കേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പോലും ബ്ലാക്ക് റോക്കും റിലയൻസും കൊളാബ് ചെയ്തിട്ട് പുതിയൊരു ബ്രോക്കറിങ് സ്ഥാപനങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. അതിൻ്റെ മുന്നോടി എന്നോണം ഇവർ ഇന്നലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എല്ലാം തന്നെ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതായത് ഇനിയും ആളുകൾ മാർക്കറ്റിലേക്ക് വരാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫിലിം സ്റ്റാർട്ടായിട്ടുള്ളൂ, ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത US മാർക്കറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം US മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 50% എബോ ആളുകളെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത് ഏകദേശം 10% താഴെയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാം, സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ചാനലെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വേദാന്ത കമ്പനി, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ്, പോസിറ്റീവ് അപ്ഡേറ്റ് ആണെന്ന് കരുതി ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നും അല്ല. ഒരുപാട് കമ്പനീസിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ന്യൂസുകൾ കളക്ട് പറയുക എന്നുള്ളതാണ് അജണ്ട. വേദാന്ത കമ്പനി
ഡെപ്റ്റ് കുറയ്ക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. 300 കോടി രൂപയിലേക്കാണ് ഡെപ്റ്റ് കുറയുന്നത്. 500 കോടി രൂപയിൽ നിന്ന് 300 കോടി രൂപയിലേക്ക് 2027 കൂടിയിട്ട് കമ്പനി കടം കുറയ്ക്കും. ഇൻഡിഗോ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയാണ് ഏവിയേഷൻ രംഗത്തുള്ള കമ്പനി. അപ്പോൾ ഇൻഡിഗോ സെൻട്രൽ ഏഷ്യയിലേക്ക് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. വിപ്രോ കമ്പനി IT കമ്പനിയാണ്. ഇവർ AG മെട്രോയായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. L&T കമ്പനി, ഇൻഫ്ര കമ്പനി, ഇവർക്ക് മിഡിൽ ഈസ്റ്റിൽ പുതിയ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. L&T ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ കൂടിയും നിലവിൽ യു എയിലെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ രംഗത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് കമ്പനിയിലൊരു കമ്പനിയാണ് L&T. ഗ്രാസിം കമ്പനി, മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന US റേറ്റിംഗ് ഏജൻസി ഗ്രാസിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. NBCC കമ്പനിക്ക് 500 കോടി രൂപയുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം ഡെവലപ്മെൻറ്റ് ടെമ്പിൾ ഹിമാചൽ പ്രദേശിൽ ഒരു ടെമ്പിൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർഡർ 50 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സൈഡസ് കമ്പനി ഫാർമ കമ്പനിയാണ്. ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. IPO വരുമ്പോൾ ഒസ്വാൽ പമ്പ് IPO 584 രൂപ, 614 രൂപയാണ് ഇഷ്യൂ പ്രൈസ് ഉള്ളത്. ജൂൺ 13 ഓപ്പൺ ചെയ്യും. അപ്പോൾ റീറ്റെയിലേഴ്സ് കട്ട് ഓഫ് പ്രൈസ് ടിക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല, ഒറ്റ ലോട്ട് മതി. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യും, 2 ലോട്ടൊന്നും വേണ്ട. കിട്ടുകയാണെങ്കിൽ ഒറ്റ ലോട്ടേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മോശം IPO ആണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ കുറവാണെങ്കിൽ 2 ലോട്ടും കിട്ടും. ഐഡിയ കമ്പനി 2 ന്യൂസ് ഉണ്ട്. ഒന്ന് HSBC എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഐഡിയയുടെ ടാർജറ്റ് ഐഡിയനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്ന് പറയാം, അതൊരു ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് IG-യുടെ 5G സർവീസ് എല്ലാം തന്നെ ബാംഗ്ലൂരിൽ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. കോഫോർജ് കമ്പനിയാണ്, JP മോർഗൻ അല്ല, സോറി, കോഫോർജ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. JP മോർഗൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി കോഫോർജിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ്. അവിടെ എഴുതിയിരിക്കുന്നത് JP മോർഗൻ എന്നാണ്, പക്ഷേ കോഫോർജ് കമ്പനീനെ JP മോർഗൻ എന്ന് പറയുന്നത് US റേറ്റിംഗ് ഏജൻസിയാണ്, അവർ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. ഇനി റൈറ്റ്സ് കമ്പനി, ഇവർക്ക് കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. $2.9 മില്യൺ ഓർഡർ ആഫ്രിക്കയിലെ ഗുയാനയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. സീൽ എൻ്റർടൈൻമെൻറ്റ് കമ്പനി, ഇവർ സ്റ്റാർട്ടപ്പ് ബുള്ളറ്റിൻ കമ്പനിയായിട്ടുള്ള മൈക്രോ ഡ്രാമ ആപ്പിനെ ഇവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി, ഇവർ മോർഗൻ സ്റ്റാൻലി ഇവരെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. റിലയൻസ് ഇൻഫ്ര കമ്പനി, ഇവരുടെ സബ്സിഡിയറി കമ്പനിക്ക് മുംബൈയിലെ മെട്രോയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ്. ഓറിയൻ പ്രോ കമ്പനി, റവന്യൂ ഗ്രോത്ത് കമ്പനി 30% ആയി ഉയർത്തി എന്നുള്ള ന്യൂസ്. സോണ BLVU കമ്പനി, ബർസ്റ്റിൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി സോണ BLVUവിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. മേനോൻ ബിയറിംഗ് കമ്പനി 30 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനി 131 കോടി രൂപ പുറത്തു വരുന്ന പുതിയ അവരുടെ പ്രൊജക്റ്റ് 131 കോടി രൂപ ഇവരുടെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. ഈ പ്രൊജക്റ്റ് 2 വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യും, ഉദ്ഘാടനം ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ദീപക് ഫെർട്ടിലൈസർ കമ്പനി, ദഹേജിലുള്ള ഇവരുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ സമീപം പുതിയ പ്ലാന്റ് ഇവർ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. HCL ടെക് കമ്പനി, ഇവർ സിസ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഇവർ പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാർ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇനി ഇന്നത്തെ ഒരു ചിന്താ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ അംഗമായി ഉണ്ട്. ഇതിൽ പല ഗ്രൂപ്പുകളും നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന ഗ്രൂപ്പുകളാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഗൗരവത്തോടെ നമ്മൾ സമീപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ആളുകളും ചില ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ പല ഈ കോമഡി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻച്വലി നമ്മളിതിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ സീരിയസ്നെസ് കുറയും. നഷ്ടം വന്നാലും തമാശ, ലാഭം കിട്ടിയാലും തമാശ. അപ്പോൾ മൊത്തത്തിലൊരു തമാശയായി പോകും ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കാരണം സമയം നമുക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യഗൗരവങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന പല ചർച്ചകളിലും നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, നമ്മളതിൽ ഇൻവോൾവ് ആവും, പൈസ ലഭിക്കില്ല, എന്നാൽ സമയം പോകും. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അറിയില്ല, നമ്മളതിൽ ഇന്നായിരിക്കും, നമ്മൾ പല ചർച്ചകൾ ഏർപ്പെടും, നമുക്ക് യാതൊരു ഉപകാരമില്ല, നമ്മുടെ സമയം വെറുതെ പോകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഈ സമയം കളയുന്ന ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യുക. പഠിക്കാൻ കിട്ടുന്ന നല്ല നല്ല ഗ്രൂപ്പുകളുണ്ട്, അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. സമയം വെറുതെ ട്രേഡിംഗ് സമയത്ത് ട്രേഡിങ്ങിന് വേണ്ടി പഠിക്കുന്നു എന്നുള്ള വ്യാജേന നമ്മൾ സ്വയം വിശ്വസിച്ച് സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്താ വിഷയം. അപ്പോൾ എല്ലാവർക്കും
ശുഭരാത്രി. താങ്ക് യു.